ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2023 മെയ് മാസത്തിൽ നടത്തിയ ബിവറേജ് കോർപ്പറേഷൻ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും. ഓരോ ചോദ്യപേപ്പറും നമ്മൾ പഠിക്കുമ്പോൾ ആ ചോദ്യപേപ്പറിലുള്ള 50 GKയോ 40 GKയോ എത്രയാണോ ആ GK ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയി 1 പോയിൻറ്റോ 2 പോയിൻറ്റോ കിട്ടിയാൽ തന്നെ നമ്മളെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചധികം ആയി അല്ലേ. അങ്ങനെ നമ്മളൊരു ചോദ്യപേപ്പർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എക്സ്ട്രാ ഒരു 25 പോയിൻറ്റ്സ് എങ്കിലും കിട്ടി. ചിലതൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും, ചിലത് പുതിയതായി കേൾക്കുന്നതായിരിക്കും. എങ്കിലും ഒരു 10 ചോദ്യപേപ്പർ കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ വെറുതെ നമ്മളുടെ കണ്ണിലൂടെ മനസ്സിലൂടെ കയറിപ്പോകുന്ന 250 ക്വസ്റ്റ്യനോളം ആയി അല്ലേ. ആ പോയിൻറ്റ്സ് ഒന്നും നോക്കാൻ നമ്മൾ പിന്നീട് നമുക്കൊരു സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരരുത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പറയുന്ന പോയിൻറ്റ്സും ശ്രദ്ധയോടെ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുക. റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാതെ മെമ്മറിയിൽ നിൽക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ മുൻപിൽ കിട്ടുമ്പോൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലേ. ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണെങ്കിലോ ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് ഫീൽ ആ 100 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്കുണ്ടാവും. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ജോലി നമുക്കുള്ളതാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും കണക്റ്റഡ് ഫാക്ട്സും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നതും ഒക്കെ നമ്മൾ പറയുന്നത്. എന്തായാലും എല്ലാവരും സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ പറയുന്ന ഓരോ പോയിൻറ്റ്സും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഓരോരോ ക്വസ്റ്റ്യൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് വെക്കുക. നമുക്ക് കിട്ടാതെ പോകുന്നില്ല. 2024 LD നമ്മളുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന LDൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബെവ്കോ LD ആണ്, മെയിൽ നടന്നതാണ്. വേഗം ക്ലാസ്സിലേക്ക് കയറാം. ഒന്നാമത്തെ ചോദ്യം: പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകൾ വായിക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ ജനനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഈ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. നമുക്ക് പൊയ്കയിൽ യോഹന്നാനെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്ത് ജനിച്ചു. അച്ഛൻ കണ്ടൻ, അമ്മ ലച്ചി. കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമരൻ, പുലയൻ മത്തായി, ദ്രാവിഡ ദളിതൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. എന്തൊക്കെയാണ്? കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമരൻ, പുലയൻ മത്തായി എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. സർക്കാർ അനുമതിയോടെ അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു. ശ്രദ്ധിക്കൂ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം, അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു പൊയ്കയിൽ യോഹന്നാൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇദ്ദേഹം സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 ഇദ്ദേഹം ദളിതരുടെ മോചനത്തിനായി സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. എവിടെയാണ് ആസ്ഥാനം? ഇരവിപേരൂർ. PRDSൻ്റെ മുഖപത്രമാണ് ADR ദീപം. ADR ദീപം PRDSൻ്റെ മുഖപത്രം. പിന്നീട് യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1921 1931. നമ്മൾ അയ്യങ്കാളിയെ പഠിച്ചപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക്
നാമനിർദ്ദേശം ചെയ്ത വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയൂ. ഏത് വർഷമാണ് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന്. ഇവിടെ പൊയ്കയിൽ യോഹന്നാൻ 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ഏത് വർഷമാണ്? 1909. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. അപ്പോൾ ഇവിടെ തെറ്റ് യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ തെറ്റുത്തരം ഓപ്ഷൻ 3 മാത്രം. ശരി, അടുത്ത ചോദ്യം 2. ശരിയായ ജോഡി കണ്ടെത്തുക. പുസ്തകങ്ങളും രചയിതാക്കളുമാണ് ഇവിടെ. മൂഷകവംശകാവ്യം അതുലൻ. തുഫത്തുൽ മുജാഹിദീൻ മക്തി തങ്ങളാണോ എഴുതിയത്? കേരള പഴമ എന്ന കൃതി എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ടാണോ? കേരള സിംഹം CV രാമൻ പിള്ള. ശരിയായത് ഏതാന്ന് കണ്ടെത്താനാണ് ചോദ്യം. കൃതികൾ പഠിച്ചു വയ്ക്കൂ. മൂഷകവംശകാവ്യം അതുലൻ്റെയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത് മക്തി തങ്ങളല്ല, ഷെയ്ഖ് സൈനുദ്ദീനാണ്. കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് സർദാർ KM പണിക്കരാണ്. നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് കുറച്ച് പോയിന്റ് നോക്കാം. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം 1847 ജൂണിൽ പുറത്തിറക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. തലശ്ശേരിയിലെ നെട്ടൂരിൽ സ്ഥാപിച്ച ബേസൽ മിഷൻ പ്രസ്സിൽ അച്ചടിച്ചതാണ് രാജ്യസമാചാരം എന്ന പത്രം. 1850 വരെ പ്രസിദ്ധീകരിച്ചു. 1850 42 കോപ്പികളോളം പുറത്തിറക്കിയ ശേഷം ഈ പത്രം അച്ചടി അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി ശ്രദ്ധിക്കൂ, ഇതിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് ഫ്രെഡറിക് മുള്ളർ. രാജ്യസമാചാരത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആര്? ഫ്രെഡറിക് മുള്ളറാണ്. മലയാളത്തിൻ്റെ രണ്ടാമത്തെ പത്രം ഏതാണ്? മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാണ്? പശ്ചിമോദയം. 1847 ഒക്ടോബറിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് പശ്ചിമോദയം. പശ്ചിമോദയത്തിൻ്റെ എഡിറ്ററും ഫ്രെഡറിക് മുള്ളർ തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയായിരുന്നു പശ്ചിമോദയം. ഭൂമിശാസ്ത്രവും കേരള ചരിത്രവും ജ്യോതിശാസ്ത്രവും മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു പശ്ചിമോദയം മാസികയിൽ. 1851 ഓഗസ്റ്റോടെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. നമ്മളെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, മൂഷകവംശകാവ്യം അതുലൻ എഴുതി, തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതി, കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്, കേരള സിംഹം ആരാണ്? KM പണിക്കർ. അടുത്ത ചോദ്യം 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? INC-യുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. INC-യുടെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിൽ ആയിരുന്നു. INC-യുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. INC-യുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. നമുക്ക് ശരിയായത് പഠിക്കാം. INC-യുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നു WC ബാനർജി. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. INC-യുടെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. ശരിയാണ്. പ്ലേഗ് പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പൂനെയിൽ നിന്ന് മാറ്റിയിട്ട് ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച് INC-യുടെ ആദ്യത്തെ സമ്മേളനം നടത്തിയത്.
മൂന്നാമത്തെ പോയിന്റ്, INC-യിൽ പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനത്തിൽ 72 പേര് പങ്കെടുത്തിട്ടുണ്ട്. ശരിയാണ്, ആദ്യത്തെ സമ്മേളനത്തിൽ 72 പേര് പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കൂ. INC-യുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ചിട്ടല്ല. INC-യുടെ മൂന്നാമത്തെ സമ്മേളനമാണ് മദ്രാസിൽ വെച്ച് നടന്നത്. രണ്ടാമത്തെ സമ്മേളനം അവിടെ വെച്ചിട്ടാണ് നടന്നത്, കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന തെറ്റാണ്. ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതൂ. എല്ലാവർക്കും അറിയായിരിക്കും, ഒന്ന് എഴുതി നോക്കൂ, ഓർമ്മ നിൽക്കാൻ നല്ലതാണ്. കമൻറ്റ് ബോക്സിൽ പറയൂ, INC-യുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു. നാലാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു. അടുത്ത പ്രസ്താവന നോക്കൂ. 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, എസ്കേദർ, പട്ടാഭി, സീതാരാമയ്യർ എന്നിവർ അംഗങ്ങളായിരുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 ഡിസംബറിലാണ് രൂപീകരിക്കപ്പെട്ടത്. അംഗങ്ങൾ ആരൊക്കെയാണ്? സർദാർ KM പണിക്കർ, HN കുൻസ്രു, ജസ്റ്റിസ് ഫസൽ അലി എന്നിവരാണ്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. ആരൊക്കെയാണ് അംഗങ്ങൾ? SK അല്ല, പട്ടാഭി സീതാരാമയ്യ അല്ല, ഫസൽ അലിയും HN കുൻസ്രു, സർദാർ KM പണിക്കർ എന്നിവരാണ് അംഗങ്ങൾ. നാലാമത്തെ പ്രസ്താവന, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടെ ശരി ഉത്തരം. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ബീവറേജ് കോർപ്പറേഷൻ LD ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളാണ്. കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതെല്ലാം ഉപകാരപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് എക്സ്ട്രാ കണക്റ്റഡ് ഫാക്ട്സ് +1 ടെക്സ്റ്റിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് പെടുത്തിയത്. അപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് സന്തോഷത്തോടെ പഠിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം. ഓക്കെ, സീ യു.